ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇത് പെരുന്നാളിന്റെ പിറ്റേ ദിവസത്തെ വ്ളോഗാണേ. പെരുന്നാളിന് എന്റെ കണ്ണിനാണ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം എന്റെ ചുണ്ടിനായിരുന്നു കേട്ടോ പ്രശ്നം. ആകെ വീങ്ങിയിട്ടുണ്ടായിരുന്നു, അലർജി എന്തോ വന്നതാണ്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. ഞാൻ മരുന്ന് കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്താനുള്ള പ്ലേസിൽ എത്തിയപ്പോൾ ഞാൻ അതൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കടല് കാണാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയത് 4 മണിക്കായിരുന്നു. പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിലോട്ട്. ബട്ട് ഞങ്ങൾ ഏതോ വളഞ്ഞ വഴി കൂടെ ഒക്കെ പോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് സൺസെറ്റ് ജസ്റ്റ് കാണാൻ പറ്റി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പോൾ സൂര്യൻ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഒരു 6:30 ആയപ്പോൾ ഇറങ്ങിയിട്ട് നേരെ ഒരു കഫേലോട്ട് കയറി. അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമുക്ക് കയറിയിട്ട് ഇരിക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ 2 ടേബിളിലായിട്ടാണ് കേട്ടോ ഇരുന്നത്. വലുതായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല, കാരണം വീട്ടിൽ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വലുതായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. അതിന് നമ്മൾ ചിക്കൻ പപ്സും ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ ചിക്കൻ പപ്സ് ആദ്യം വന്നു. ചിക്കൻ പപ്സ് വന്നപ്പോ തൊട്ടിട്ട് നമുക്ക് പിന്നെ സോസിന്റെ അടിയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോ എങ്ങനെ ഫുഡ് കഴിക്കേണ്ടതെന്നാണ് കേട്ടോ മാമൻ ഇപ്പൊ കാണിച്ചു തന്നത്. പപ്സ് വന്നപ്പോ എനിക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ സോസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു കഴിക്കുന്നതിന്റെ മുന്നേ. എനിക്കാണെങ്കിൽ പപ്സ് ഒറ്റക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല. പപ്സിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ വേണം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് ജ്യൂസ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാന് പപ്സ് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് ജ്യൂസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു. രണ്ടാമത്തെ പപ്സ് രണ്ട് പപ്സ് തിന്ന് തീരാറായില്ലേ? 2 പപ്സ്. എന്റെ ജ്യൂസ് വന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഇവരുടെ 2 പപ്സ് കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പപ്സ് കഴിക്കല് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ എന്റെ ബാക്കി ഉണ്ടായിരുന്ന പപ്സ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ അടുത്തിരിക്കുന്ന കുറിപ്പ് എന്റെ പപ്സ് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് കരണ്ടായിരുന്നു. അവസാനം ജ്യൂസ് വന്നതിന് ശേഷം ഞാൻ എന്നൊരു പൊട്ടെടുത്ത് കഴിക്കാൻ കൊടുത്തു. കുഞ്ഞി വായില്ലെന്ന് വിചാരിച്ചിട്ടാ കഴിക്കാൻ കൊടുത്തത്. ബട്ട് അതിന്റെ പകുതി ഭാഗമാണ് തിരിച്ച് എന്റെ കയ്യിൽ കിട്ടിയത്. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൊടുക്കണല്ലോ. അങ്ങനെ ഞാൻ വാങ്ങി വെച്ചേന്ന് എല്ലാവർക്കും ഷെയറും കൊടുത്തിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാന്ന് വെച്ചിട്ടിരുന്നതായിരുന്നു. അപ്പോത്തിന് ബാക്കിന്ന് വേറൊരു സാധനം വന്നിട്ട് എന്നെ വലിയായിരുന്നു കേട്ടോ. അവൾക്ക് സോസ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ സോസ് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ ഇത് ഇത്രയും ദിവസം പോസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള എന്റെ മടി കാരണമാണ്. പിന്നെ നമ്മൾ കുറെ തിരക്കപ്പെട്ടു പോയി. പിന്നെ കോളേജിൽ വന്നപ്പോൾ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.